പോകുന്നത്. അപ്പോൾ സംഘർഷം അവസാനിക്കുന്നു, സമാധാനം വരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് നിലവിലെ സമാധാന സാഹചര്യങ്ങളെ അട്ടിമറിക്കുമോ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഹോർമുസ് അടച്ചതായുള്ള ഇറാന്റെ അറിയിപ്പൊക്കെ വന്നതോടുകൂടെ മേഖലയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉരുത്തിരിയുന്നു. പക്ഷേ അതിനിടയിൽ ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകൾ എന്താണ് ഈ മേഖല കേന്ദ്രീകരിച്ചെന്നാണ് നോക്കുന്നത്. ഇറാൻ അമേരിക്ക നിർണായക ചർച്ച ഇന്നിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുകയാണ്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയും അടങ്ങിയ ഇറാൻ സംഘം സ്വിറ്റ്സർലൻഡിലെത്തി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. യുഎസ് സംഘത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് നയിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയവും ചർച്ചയായേക്കും. അതേസമയം ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് അടച്ച ഇറാന്റെ തീരുമാനം ആഗോള സമ്പദ്ഘടനയെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി പോകാം. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ചർച്ചകൾ അത് എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇറാൻ സംഘം സ്വിറ്റ്സർലൻഡിൽ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനിടയിലും നിലവിലുണ്ടാകുന്ന സംഘർഷ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ലബനൻ ആക്രമണം അത് നിർത്തിയെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും പലയിടത്തും ആക്രമണം തുടരുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു ഇറാന്റെ പ്രതികരണം എന്ന രീതിയിൽ ഹോർമുസ് അടച്ചു എന്ന ആശങ്കാജനകമായ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് അടച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായൊരു സ്ഥിരീകരണം ഇറാൻ നൽകുന്നുണ്ടോ? അപ്പോൾ ഇത്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഡെവലപ്മെന്റുകളൊക്കെ ഇന്ന് നടക്കുന്ന ചർച്ചകളെ ഏത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ജെൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സമാധാനത്തിനും സംഘർഷത്തിനും ഇടയിലുള്ള വഴിദൂരം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അമേരിക്ക ഇറാൻ ചർച്ച നടക്കാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും ഉന്നതതല ചർച്ച തന്നെയാണ് സ്വിറ്റ്സർലാൻഡിൽ ഈ ചർച്ചയ്ക്കാണ് വേദി ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സംഘത്തെ നയിക്കുന്നു. അവരുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൗസ് ഉപദേശകനുമായിട്ടുള്ള ജാറദ് കുഷ്ണർ ഉൾപ്പെടെയുള്ളവരൊക്കെ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും പാകിസ്ഥാനും ഖത്തറും നടത്തിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിട്ട് ഇറാനും സംഘത്തെ സ്വിറ്റ്സർലാൻഡിലേക്ക് അയച്ചിരിക്കുന്നു. ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയുമാണ്. ഈ ചർച്ചയിൽ തങ്ങളുടെ ഭാഗത്ത് അവർ കൃത്യമായിട്ട് ചില അജണ്ടകൾ നിർണ്ണയിച്ചിട്ടുണ്ട്. ഇറാൻ അവരെ പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു അന്തിമ കരാറിലേക്കുള്ള ഒരു ചർച്ചയായിട്ട് തങ്ങൾ ഇന്നത്തെ ചർച്ചയെ കാണുന്നില്ല. ഇന്നത്തെ ചർച്ച ഏറ്റവും പ്രധാനമായിട്ട് ഈ 14 ധാരണാപത്രം അമേരിക്കയും ഇറാനും 4 ദിവസം മുമ്പ് ഒപ്പിട്ടത് അത് പൂർണ്ണമായിട്ട് നടപ്പാക്കണം. അത് നടപ്പാക്കിയാൽ മാത്രമേ അടുത്ത കാര്യങ്ങളിലേക്ക് ചർച്ച നീങ്ങുകയുള്ളൂ. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉറപ്പ് അമേരിക്ക നൽകേണ്ടതുണ്ട് എന്ന വാദമുഖമായിരിക്കും ഈ ചർച്ചയിൽ തങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ സ്വിറ്റ്സർലാൻഡിലേക്ക് തന്നെ ഇസ്രായേൽ ഹിസ്ബുല്ല പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ വലിയൊരു സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ദക്ഷിണ ലെബനാനിൽ വെടിനിർത്തൽ ഇന്നലെ വൈകിട്ട് ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ തോതിലുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നബാത്തിയയിലും മറ്റും നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും വ്യാപകമായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് എത്ര കാലം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അപ്പോൾ ലബനാനും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ആ കരാർ നിലവിൽ വരണം എന്നത് ഒരുപക്ഷെ ഈ ഇറാൻ അമേരിക്ക ചർച്ചയിൽ നിർണായകമാണ്. എന്തായാലും ട്രംപ് വളരെ ശക്തമായി തന്നെ ചില നിലപാടുകൾ കൈക്കൊണ്ടതായിട്ടാണ് JD വാൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മറ്റു കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും കടന്നു വരികയുള്ളൂ. കാരണം നേരത്തെ ജിൽസ് സൂചിപ്പിച്ചതുപോലെ 4 ദിവസം മുമ്പ് തുറന്ന ഹോർമുസ് വീണ്ടും അടച്ചിടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അത് ലോക സമ്പദ്ഘടനയെ, മേഖലയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നടപടികൾ എന്നതും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും കടന്നുവരും. ഈ കാര്യത്തിലും ഇറാൻ വളരെ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ ഹോർമുസിന്റെ പരമാധികാരം തങ്ങൾക്ക് മാത്രമായിരിക്കും. അവിടെ 2 മാസത്തേക്ക് ഫീസ് ഏർപ്പെടുത്തുകയില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞാൽ ഫീസ് ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് 2 മാസം കഴിഞ്ഞാൽ പോലും ഹോർമുസിൽ ഫീസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് അമേരിക്ക മാത്രമായിരിക്കും. ഇറാൻ അതിൽ യാതൊരു നിലയ്ക്കും ഒരു ഫീസ് ഏർപ്പെടുത്താൻ പറ്റില്ല എന്നൊരു പ്രഖ്യാപനമാണ് പ്രസിഡന്റ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇറാൻ ഉന്നയിക്കാൻ പോകുന്ന മറ്റ് പ്രധാനപ്പെട്ട 2 വാദങ്ങൾ. ഒന്ന്, തങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള തങ്ങളുടെ പിടിച്ചുവെച്ച സ്വത്തുക്കൾ അത് ഘട്ടം ഘട്ടമായിട്ട് നൽകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി നിർണ്ണയിക്കണം എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപരോധങ്ങൾ അത് ഈ 2 മാസത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ പിൻവലിക്കാനുള്ള നടപടികൾ, അതിനുള്ള കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് തയ്യാറാക്കണമെന്ന് കൂടി ഇറാൻ ആവശ്യപ്പെടും. ഇതിനോടുള്ള അമേരിക്കൻ സമീപനം എന്തായിരിക്കുമെന്ന് പ്രധാനമാണ്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ചയെ കാണുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അതോടൊപ്പം തന്നെ പാക് സൈനിക മേധാവി അസീം മുനീർ, ഇവരും ഈ സംഘത്തിന്റെ ഭാഗമായിട്ട് ചർച്ചയിലേക്ക് മധ്യസ്ഥ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് വരുന്നുണ്ട്. ഖത്തറിൽ നിന്ന് മിക്കവാറും പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള അബ്ദുറഹ്മാൻ അൽത്താനി തന്നെ ആയിരിക്കും
ആയിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ചർച്ചകൾ എന്നത് മേഖലയിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള നീക്കത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പായിരിക്കും. ഈ 14 ധാരണാപത്രം കൃത്യമായി കുറ്റമറ്റ രീതിയിൽ എങ്ങനെ നടപ്പാക്കും എന്നതിനായിരിക്കും ഈ ചർച്ചയിൽ ഊന്നൽ നാസർ, അറിഞ്ഞിടത്തോളം ഈ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് ലോക ജനതയ്ക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ വിഷയവും ഈ 14 നിർദ്ദേശങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ഇവയിലൊക്കെ ഒരു കോംപ്രമൈസിൽ എത്തുക എന്ന് പറയുന്നത് അത് ഒട്ടനവധി ചർച്ചകൾ ആവശ്യമായി വരുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഘട്ടത്തിൽ പോലും പല വിഷയങ്ങളിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ആണവായുധ നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണം കൈമാറുന്നത് അടക്കമുള്ള വിഷയങ്ങൾ, ഹോർമുസിലെ ഫീ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിലൊന്നും ഒരു തരത്തിലും ഇരു രാജ്യങ്ങളും ഒരു സമവായത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ലെബനനിലേക്കുള്ള ആക്രമണ ശ്രമങ്ങൾ. ഇതൊക്കെ ചർച്ച ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു ചർച്ച നടക്കുന്നു, 2 മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകണം എന്ന് പറയുമ്പോഴും ഈ ചർച്ചകളും അതിലേക്കുള്ള വഴികളും ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ചർച്ചയിലെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിലുള്ള ചർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമുസും അതോടൊപ്പം തന്നെ ഇറാന് കൈമാറാനുള്ള സ്വത്തുക്കളും അവർക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കലും മാത്രമാണ്. ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയം എന്നതാണ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾക്ക് കൈമാറണമെന്ന് അമേരിക്ക നിർബന്ധം പിടിക്കുന്നു. പക്ഷേ ഒരു നിലക്കും ഇത് സ്വീകാര്യമല്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ചർച്ച പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കും, നേരത്തെ 2015 അമേരിക്ക ഉൾപ്പെടെ വൻശക്തി രാജ്യങ്ങളുമായിട്ട് ഒരു കരാർ ഒപ്പിടുമ്പോൾ നീണ്ട 18 മാസത്തോളമാണ് ആ ചർച്ചകൾ നീണ്ടുപോയത്. അപ്പോൾ വെറും 2 മാസത്തിനുള്ളിൽ ഈ ചർച്ചകൾ ഏതെങ്കിലും അർത്ഥത്തിൽ ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ 14 ധാരണാപത്രത്തിലും അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 2 കൂട്ടരും തീരുമാനിക്കുകയാണെങ്കിൽ ഈ 2 മാസത്തെ സമയപരിധി കുറെ കൂടി നീട്ടുന്നതും ഈ രേഖയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ 14 ധാരണാപത്രത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ ഉടനീളം യുദ്ധവിരാമം വേണമെന്നതാണ്, ലബനാൻ ഉൾപ്പെടെ. അപ്പോൾ ആ ലബനാനിൽ ആക്രമണം തുടരുമ്പോൾ, ഗസയിൽ ആക്രമണം തുടരുമ്പോൾ എങ്ങനെ ഈ 14 ഉടമ്പടികൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഇറാൻ ഉയർത്തുന്നത്. അതിനോടുള്ള പ്രതികരണമായിരിക്കും ഒരുപക്ഷെ മധ്യസ്ഥ രാജ്യങ്ങളെയും അമേരിക്കയും വലിയ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നതും. ജെൽസി.